ഹായ് ഓൾ, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണ്. ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ മോള് എപ്പോഴും പറയലില്ലേ, മോള് മാത്രമല്ല മോളുടെ അമ്മയും പറയലില്ലേ അമേരിക്കയിലേക്ക് പോകണമെന്ന്. പക്ഷേ ഞാനത് ചെയ്യാത്തത് ഈ മനുഷ്യനെ ഓർത്തിട്ടാ. നേരെ വട്ടി പിടിച്ച് നാട്ടിലുള്ളവരുടെ മെക്കിട്ട് കയറാൻ ചെന്നാൽ പിന്നെ നമ്മൾ അമേരിക്കയിൽ ഇരുന്ന് കേൾക്കുന്നത് ഇയാളുടെ മരണ വാർത്തയായിരിക്കും. അപ്പോൾ സരയു പറയാൻ പാടില്ല എങ്കിലും പറയുക, ഇതുപോലുള്ള അച്ഛന്മാർ ജീവിച്ചിരിക്കുന്നതിൽ നല്ലത് മരിക്കുന്നതാ. അത് കേട്ടപ്പോൾ അയാൾക്ക് ഷോക്കടിച്ചതുപോലെയായി. അപ്പോൾ അതും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയി. അപ്പോൾ മനുവിനോട് അയാൾ പറയുകയാണ്, എടാ, ഞാൻ ഒരുപാട് പേർക്ക് ദ്രോഹം ചെയ്തവനാ, പെങ്ങൾക്കും മക്കൾക്കും ഉൾപ്പെടെ, പിന്നെ താരയ്ക്കും. അതേടാ, ഞാനവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, എൻ്റെ മോളെ. ആ മോളാ ദേ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്. ആ മോള് പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ, ഇങ്ങനൊരച്ഛൻ മരിക്കുന്നതാ നല്ലതെന്ന്. ഇപ്പം മോളുടെയും അമ്മയുടെയും ചിന്ത. അതുകൊണ്ട് തലക്ക് സ്ഥിരയില്ലാത്ത അച്ഛനെ പാഷാണം കലക്കി തന്ന് കൊല്ലുന്നതിന് മുമ്പ് ഞാനുമായിട്ടുള്ള ഉടമ്പടി പൂർത്തിയാക്കിയിട്ട് എന്നെ പറഞ്ഞു വിടാൻ നോക്ക്. പെങ്ങളുടെ പാതി സ്വത്ത് ഇപ്പോഴും ആർക്കും കൊടുത്തിട്ടില്ല. അതെങ്ങനെയെങ്കിലും എഴുതിച്ച് വാങ്ങിച്ചിട്ട് അതിൻ്റെ പകുതി എനിക്ക് തന്നിട്ട് എന്നെ എൻ്റെ വഴിക്ക് വിടാനാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിലേ ഇത് ശരിക്കൊരു ഭ്രാന്താലയമായിട്ട് മാറും. നിങ്ങൾക്കിപ്പോൾ തലയ്ക്ക് ഒരു കുഴപ്പമില്ലാന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഭാര്യയ്ക്ക് ചെറുതായിട്ട് സമനില തെറ്റിയ അവസ്ഥയിലേക്ക് പോവുക. എന്നാൽ ഭാര്യയ്ക്കും ഭർത്താവിനുമല്ല, മകൾക്കായി ഇനി രോഗം വരാൻ പോകുന്നത്. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ചരിത്രം അറിഞ്ഞാൽ, അതായത് എന്നെക്കുറിച്ചറിഞ്ഞാൽ, എൻ്റെ മോള് തല തല്ലിപ്പൊളിക്കും തൻ്റെ മുമ്പിൽ കിടന്ന്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കൊണ്ടുപോയി ഷോക്ക് കൊടുക്കേണ്ടി വരും. എന്നാലും അവൾ നോർമൽ ആവില്ല. പിന്നെ അവൾ ആ കുഞ്ഞ് ജനിക്കാനും ആഗ്രഹിക്കില്ല. ഭ്രാന്തിയായി മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലൂടെ ഓടി നടക്കുന്നത് കാണേണ്ടി വരും തനിക്കും തൻ്റെ ഭാര്യയ്ക്കും. നിർത്തടാ എന്ന് പറഞ്ഞ് ബകാസുരൻ അയാളുടെ കഴുത്തിൽ കയറി പിടിച്ചു മനുവിൻ്റെ. ഏയ്, വിഡ്രോ, എന്നെ വിട്. അപ്പോഴേക്കും സരയും ഒക്കെ അവിടെ എത്തി. എന്നിട്ടും അവൻ കൂക്കുകയാണ്, അയ്യോ ഓടി വരണേ, എന്നെ കൊല്ലുന്നേ, ഓടി വരണേ എന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരും വന്ന് ഇടയിൽ വീണിട്ട് രണ്ടുപേരെ രണ്ടു വഴിക്കേക്ക് നീക്കി. ബകാസുരൻ ഒറ്റ തള്ളു കൊടുത്ത് പോടറ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നാലെ സരയുവിൻ്റെ ചോദ്യവും, എവിടെയെങ്കിലും പോയി ചത്തൂടെ അച്ഛന്? ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കൂടെ? പോട്, ഇയാളെ ഇവിടെ ആവശ്യമില്ല ആർക്കും, പോട്. ഓ ആഹോ എന്ന് പറയാണ് മനു. അപ്പോൾ സരയു ചോദിക്കുകയാണ്, എന്തെങ്കിലും പറ്റിയോ മനുവേട്ടാ? ഇത്ര കടുത്തതായിപ്പോയി. എന്നാലും കുഴപ്പമില്ല മോളൂ, സുഖമില്ലാത്ത ആളല്ലേ. അച്ഛൻ മകൾ ബന്ധം മറക്കേണ്ട സമയമായി. തിരിച്ച് ചങ്ങലക്കിടേണ്ട സമയമായി. വരുമോനെ, നല്ല ബലമുള്ളൊരു ചങ്ങല കൊണ്ടുപോവാ. ഇയാളുടെ കരുത്തിനനുസരിച്ച് ചങ്ങല. ഇയാളെ നമുക്ക് ചങ്ങലയിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു പേരുദോഷം കൂടി കേൾപ്പിക്കണ്ട അമ്മേ. എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് പോകാം. എങ്ങോട്ടാടാ പോകുന്നത്? നിങ്ങളുടെ അച്ഛനും അമ്മയും ചത്തില്ലേ, അങ്ങോട്ട് തന്നെ. മിണ്ടിപ്പോകരുത്, ഷാരിയ പറയുന്നത്. സരയു പറയാണ്, ഇനി എൻ്റെ മനുവേട്ടൻ്റെ ദേഹത്തങ്ങ് കൈവച്ചാലുണ്ടല്ലോ, ആ കൈ ഞാൻ വെട്ടും. എൻ്റെ സ്വഭാവം അറിയാലോ. എന്നെ വാശി കയറ്റിയപ്പോഴൊക്കെ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. മനുവേട്ടനെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ സ്വഭാവം മാറ്റിയത്. തലയ്ക്ക് വെളിവില്ലെങ്കിൽ മുറിക്കകത്ത് കയറി കഥകടച്ചിരുന്നോളണം പറഞ്ഞേക്കാം. ആ മനുവേട്ട എന്ന് പറഞ്ഞപ്പോൾ മനുവേട്ടനെ കൂട്ടിയിട്ട് അവൾ മേലിലേക്ക് പോയി. എന്താ താൻ നേരത്തെ പറഞ്ഞത്? ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ തൻ്റെ ഭാര്യയായത് എൻ്റെ ഭാഗ്യമെന്നോ? എൻ്റെ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു. അതേ ഭാര്യ തന്നെ എൻ്റെ ഭർത്താവിനെ കൊന്നൊന്നും പറയിപ്പിക്കണോ? താൻ പറയടോ. ഇതിലേക്കാണോ തൻ്റെ പോക്ക്? എൻ്റെ ഷാരി, ഞാൻ നിരപരാധിയാണ്. പിന്നെ ആരാ അപരാധി? ഞാനോ, അതോ എൻ്റെ മോളോ, അതോ നിരപരാധിയായ എൻ്റെ മരുമകനോ? നിങ്ങളെ എന്ത് പറഞ്ഞാൽ ഞാൻ സഹിക്കും. പക്ഷേ എൻ്റെ മോൾക്കൊരു ജീവിതം കൊടുത്ത് അവളെ അടക്കി പിടിച്ച് നടക്കുന്ന എൻ്റെ മരുമോൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്കുള്ള പോക്കൊന്നും ഉണ്ടാവില്ല. നേരെ യാത്ര പോകും മോളിലോട്ട്. പിന്നെ കാണിക്കുന്നത് കാർത്തികയാണ്. കാർത്തികയുടെ അടുത്ത് ഓമനിച്ച് വന്നിട്ട് പറയാണ്, എന്തായി മോളേന്ന്. അപ്പോൾ അവൾ പറയാണ്, പടിപടിയായി എല്ലാം ആരംഭിക്കുന്നുണ്ട്. ഇനി ഒരുത്തനെ കാണാനുമുണ്ട്. അതാരെയാ? എൻ്റെ ആങ്ങള എന്ന് പറയുന്ന ഫ്രോഡിനെ. പുറത്തിരിക്കുന്ന ഒരുത്തൻ്റെ മകൻ ജയിലുണ്ടല്ലോ, അവനെ തന്നെ. അവനെ ജയിലിൽ പോയി കാണാനോ? അതിനു മുമ്പ് കഥകൾ അറിയണം. സ്വന്തം മകനെക്കുറിച്ച് അച്ഛൻ പറയുന്ന കഥകൾ. അച്ഛനേക്കാൾ പ്രശ്നക്കാരൻ മോനാണെന്നല്ലോ കേട്ടിട്ടുള്ളത്. അതെ, പെൺമക്കളെ വെറുക്കുകയും അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊന്നുകളയാൻ ശ്രമിക്കുകയും ചെയ്ത
ഞങ്ങളുടെയൊക്കെ അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവനെയാ. കാരണം അയാൾക്ക് അയാളുടെ ബന്ധങ്ങളിൽ ഒരേ ഒരു മകനേ ഉള്ളൂ. ഇന്ന് വിക്രമാദിത്യൻ എന്ന ക്രിമിനലാ. ഇവൻ്റെ ഒക്കെ മോൻ അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കല്യാണി എന്ന ഇയാളുടെ മകൾ ഇതിനകം തന്നെ ഒരുപാട് സഹായം ഇയാൾക്കും ഇയാളെ മകനും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അയാൾ എന്താ സ്വന്തം മകളെ അംഗീകരിക്കാത്തത് എന്ന് എനിക്കറിയില്ല. പെൺകുട്ടികൾ ബാധ്യതയാകും എന്ന് കരുതിയിട്ടായിരിക്കും അയാൾ വെറുക്കുന്നത്. എന്നാൽ അവർ ബാധ്യതയല്ലെന്നും അവരാണ് തണൽ എന്ന് തിരിച്ചറിഞ്ഞ ശേഷവും എന്തുകൊണ്ടാണ് അയാൾക്ക് പെൺമക്കളെ അംഗീകരിക്കാൻ കഴിയാത്തത്? ചില ആൾക്കാർ അങ്ങനെയാ മോളെ. അങ്ങനെയുള്ള ആൾക്കാരെ ചാട്ടമാരെടുത്ത് അടിക്കണം. അതേ പെൺമക്കൾ തന്നെ. ഇതിലേക്കായി എൻ്റെ പോക്ക്. അവൾ പുറത്തു വന്നിട്ട് പോവുകയാണ്. പ്രകാശനോട് പറയാണ്, പോകാം. അച്ഛൻ്റെ മോൻ്റെ കഥകൾ അറിയണമെന്നുണ്ട് എനിക്ക്. അവനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മോളെ. അതൊക്കെ കേട്ടിട്ട് വേണം അവനെ എനിക്കൊന്ന് കാണാൻ. ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം. എന്നിട്ട് കുറച്ചൊരു ശാന്തമായ സ്ഥലത്തിരുന്ന് നമുക്ക് സംസാരിക്കാം. മോനെപ്പറ്റി പറയുമ്പോഴും ഓർക്കുമ്പോഴും അച്ഛന് നല്ല വേദനയുണ്ട്. എന്നെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് ഞാൻ സോൾവ് ചെയ്തു തരാം. വലിയ ഉപകാരം മോളെ. മോനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത ജന്മത്തിലും ഒരു മോൻ പിറക്കുകയാണെങ്കിൽ അവൻ തന്നെ ആയിരിക്കണമെന്ന എൻ്റെ പ്രാർത്ഥന. അത്രയ്ക്ക് ജീവനാ എനിക്കവനെ. അത്രയ്ക്ക് നല്ലവനായിരുന്നു അല്ലേ? മോള് ചിന്തിക്കുന്നതിനും അപ്പുറം. എന്നാൽ പിന്നെ വാ, നമുക്ക് വിശദമായി കാര്യങ്ങൾ സംസാരിക്കാം. അവൻ ജയിലിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം മാറുമോ എന്തോ. അതിനനുസരിച്ച് വേണം സംസാരിക്കാൻ. അതാ വരുന്നു. മോളെ, എങ്ങോട്ടാ? കടപ്പുറത്തേക്ക്. എൻ്റെ മോനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഒരുപാടുണ്ട് മോളെ, ഒരുപാട്. ഒരു പെൺകുട്ടിയായിട്ട് പ്രേമത്തിലായി. സാധിച്ചേനെ ഞാനൊന്നിനും എതിരല്ല. പക്ഷേ അവളുടെ കുടുംബം ശരിയില്ലായിരുന്നു മോളെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എതിർത്ത് നിന്നത്. എനിക്ക് അവസാനം സമ്മതിക്കേണ്ടി വന്നു ആ കല്യാണത്തിന്. ഈ ഒരു കുരുക്ക ആ സോണി ഒരുക്കിയത്. കല്യാണത്തിന് മുമ്പ് എൻ്റെ മോന് ഒരു അബദ്ധം കാണിക്കേണ്ടി വന്നു. അവളുടെ വയറ്റിലുണ്ടാക്കി കളഞ്ഞു. പിന്നെ ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവൻ അകത്ത് പോകേണ്ടി വന്നേനെ. വലിയ കേസാകത്തില്ലായിരുന്നോ? അവരുടെ കല്യാണം അങ്ങ് നടത്തേണ്ടി വന്നു. അതിനുശേഷം എൻ്റെ മോൻ്റെ ജാതകം ഉണ്ടല്ലോ, അത് വെച്ച് അവളുടെ സോണിയുടെ കമ്പനി വളർന്ന് അയാളുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തിക പറയാണ്, പറയടോ പറയ്, എല്ലാം കേൾക്കട്ടെ. എന്നിട്ടെന്താ? അവളെക്കുറിച്ച് എങ്ങനെ പറയണമെന്ന് പോലും എനിക്കറിയില്ല. ഒരു രോഗിയായിരുന്നു മോളെ. സാധാരണ കല്യാണം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നേർവഴിക്ക് തെറ്റായ വഴിക്ക് നടക്കാം, ആ വഴിയിലേക്ക് കൂടെ സഞ്ചരിച്ചെന്നും ഇരിക്കാം. പക്ഷേ ഇതിവിടെ ഇവളാ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ അവൾക്ക് വേണ്ടാതായി. എന്നിട്ടും എൻ്റെ മോൻ സഹിച്ചും ക്ഷമിച്ചും അവിടെ നിൽക്കുകയായിരുന്നു. എന്നിട്ടെന്താ അവൾ കാണിച്ചതെന്നറിയോ? അത് മോളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അവനില്ലാത്ത സമയത്ത് വേറെ ആളുകളെയൊക്കെ വിളിച്ച് കേട്ടാന്ന് പറഞ്ഞാൽ ഒരു പുരുഷനത് സഹിക്കാൻ പറ്റുമോ? രണ്ടും രണ്ട് വഴിക്കായി. പക്ഷേ അവളുടെ ആങ്ങളെയും അവളുടെ വീട്ടുകാരും എൻ്റെ മോനെ വെറുതെ വിട്ടില്ല. പിന്നാലെ നടന്നു ശല്യം ചെയ്യാൻ. ഒരു തരത്തിലും സമാധാനം തന്നില്ല. എന്നിട്ട് അവസാനം കള്ളക്കേസിൽ കുടുക്കി അവനെ ജയിലിനകത്താക്കി. വല്ലാത്തൊരു വിധിയാണല്ലോ വിക്രത്തിൻ്റെ. അതേ മോളെ, നാളെ എൻ്റെ മോൻ്റെ റിമാൻഡ് കാലാവധി കഴിയാ. അവൻ ജയിലിൽ നിന്ന് വരിക. അവൻ ഇനിയും അകത്ത് പോയാൽ പ്രകാശൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഞാൻ അച്ഛനായി കാണുന്ന ആളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഒരു ആങ്ങളൻ്റെ സ്ഥാനത്ത് കാണുക. നമുക്കവനെ പുറത്തു കൊണ്ടുവരാം. ഇതിനു വേണ്ടി എന്ത് വേണോ അതൊക്കെ ഞാൻ ചെയ്യാം. നല്ലൊരു വക്കീലിനെ തന്നെ നമുക്ക് വെക്കാം. നിങ്ങളുടെ കമ്പനി വക്കീലുണ്ടല്ലോ, കൈലാസ് വക്കീൽ, അദ്ദേഹം തന്നെ ഈ കേസ് കൈകാര്യം ചെയ്തോളും എന്ന് വെച്ചാൽ അച്ഛനൊന്നും അറിയണ്ടെന്ന് അർത്ഥം. നന്ദിയുണ്ട് മോളെ, നന്ദിയുണ്ട്. പക്ഷെ അത് എങ്ങനെ പറയണമെന്നോ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നോ എനിക്കറിയില്ല. അപ്പോൾ അയാളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, ഒന്നും വേണ്ട, എന്നെ സ്നേഹിക്കുന്നവരുടെ സന്തോഷം എനിക്ക് വലുത്. നല്ലൊരു അച്ഛനും അമ്മയ്ക്കും ജനിച്ചാലേ ഇത്രയും നല്ലൊരു മനസ്സ് ആർക്കും ഉണ്ടാവും. ഭാഗ്യം ചെയ്തവളാ. മോളുടെ അമ്മ മോളെ നന്നായിട്ട് തന്നെ വളർത്തിയിട്ടുണ്ട്. അവർ നാട്ടിലേക്ക് വരുന്നത്. അമ്മ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനെ പറ്റിയും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് മരിച്ചുപോയിട്ടും വേറൊരു കല്യാണം പോലും കഴിക്കാതെ നമ്മളെ പൊന്നുപോലെ നോക്കി വളർത്തി നിലയിലെത്തിച്ച അമ്മയോട് സത്യം പറഞ്ഞാൽ ഒരു ബഹുമാനമാണ് തോന്നുന്നത്. അവരുടെ മനസ്സിൽ നന്മയുണ്ട്. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കായിരുന്നു. മോളൊന്നുകൊണ്ടും പേടിക്കണ്ട മോളെ. എന്നെ ഒരാപത്തിൽ സഹായിച്ചത് എൻ്റെ മോള്. എൻ്റെ മോൻ ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മോളുടെയും മോളുടെ അമ്മയുടെയും എന്താവശ്യത്തിനും പ്രകാശനുണ്ടാവും. നമുക്ക് വിക്രത്തെ ഒന്ന് കണ്ടാലോ?
ഞാനതെങ്ങനെ മോളോട് പറയണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കായിരുന്നു. ജയിലിലേക്കൊക്കെ മോള് വരുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. നമുക്ക് ജയിലിലേക്ക് പോകാം. പഴയ കാലമൊന്നും അല്ലല്ലേ ഇത്. ഞാൻ എൻ്റെ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അമ്മയൊരു വിവാഹം കഴിക്കാൻ. ഇത് വേറൊന്നും കൊണ്ടല്ല, ദേ ഞാനിപ്പോൾ കമ്പനി വളർത്താനായിട്ട് ഇങ്ങോട്ട് പോന്നില്ലേ. അപ്പോൾ അമ്മ അവിടെ ഒറ്റയ്ക്കാ. ഇപ്പോൾ 32 വയസ്സ് ആയതേ ഉള്ളൂ. അമ്മയും ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചതുകൊണ്ട് 50-ന് താഴെയാ പ്രായം. ഒന്നും വലിയ പ്രായമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഇക്കാര്യത്തിൽ മോളുടെ അമ്മയുടെ അഭിപ്രായം എന്താ? ഇതുവരെ സമ്മതമൊന്നും മൂളിയിട്ടില്ല. എങ്കിലും ഞാൻ ചിലതൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നീ എന്താണാവോ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്? പ്രകാശൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്താ മോളെ? അതൊന്നും ഇപ്പം ഞാൻ അച്ഛനോട് പറയുന്നില്ല, സമയമാകുമ്പോൾ പറയാം. ആദ്യം അച്ഛനും അമ്മയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കട്ടെ. ഓ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എടി ദീപേ, എനിക്കും കിട്ടുവടി നല്ല പണക്കാരത്തി പെണ്ണ്. പ്രകാശൻ മനസ്സിൽ ചിന്തിക്കുക. അച്ഛൻ എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല. മോളെന്താ പറഞ്ഞു വരുന്നതെന്ന് ആലോചിക്കായിരുന്നു. എൻ്റെ മനസ്സിൽ വന്നത് നല്ല കാര്യം തന്നെയാ. ഇത് പിന്നീട് അച്ഛന് മനസ്സിലായിക്കോളും. അപ്പം ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. പ്രകാശൻ ചിന്തിക്കുക. ഇവളുടെ അമ്മയുടെ പേര് ലക്ഷ്മി എന്നല്ലേ പറഞ്ഞേ? അല്ല, മോളുടെ അമ്മയുടെ പേര് ലക്ഷ്മി എന്നല്ലേ പറഞ്ഞേ? ആ അതെ, പക്ഷേ എൻ്റെ നോട്ടത്തിൽ അമ്മ വെറും ലക്ഷ്മിയല്ല, മഹാലക്ഷ്മിയാ. അച്ഛൻ്റെ പേരെന്തായിരുന്നു? പ്രേമചന്ദ്രൻ. പ്രകാശൻ, രണ്ടിലും പ്രായമുണ്ട്. ഇനി അതുകൊണ്ട് ഞാനും തട്ടിപ്പോവോ? ഇപ്പം ഞാൻ അച്ഛാന്ന് വിളിക്കുന്ന ആള് പ്രകാശൻ, ആദ്യത്തെ അച്ഛൻ പ്രേമചന്ദ്രൻ. എല്ലാം ഓരോരോ നിമിത്തങ്ങളാണ് മോളെ. വാ എന്നാ പോകാം. ശരി. അയാൾക്ക് ശരിക്കും ഇടേണ്ട പേരാ ഞാനിപ്പോൾ ഇട്ടത്, പ്രേമചന്ദ്രൻ. പെൺകുട്ടികളെ വെറുക്കുന്ന പ്രേമചന്ദ്രൻ. ആൺകുട്ടികളെ ജനിപ്പിക്കാൻ മാത്രം പ്രേമിക്കുന്ന പെൺകുട്ടികളെ സ്വീകരിക്കുന്ന പ്രേമചന്ദ്രൻ. രാജാവിനെ പോലെ വളർത്തിയതാ. അവൻ്റെ ഒരു തലയെടുപ്പ് കാണണം. ഒരു ഗജവീരനെ പോലെയാ. ചതിച്ചു, കറക്കിയെടുത്തു ആ സോണി. അവനും ഒരു പോലീസുകാരനും അവിടെ എത്തി. അപ്പോൾ പറയാണ് കല്യാണി. കാർത്തിക മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവനാണോ ഗജവീരൻ? കണ്ണിന് തിമിരം ബാധിച്ചവനാണ് താൻ എന്ന് എനിക്കറിയാടോ. അവനെ കണ്ടതും പ്രകാശന് സന്തോഷമായി. മക്കളെ എന്ന് പറഞ്ഞ് സല്യൂട്ടൊക്കെ കൊടുക്കുക. പറഞ്ഞില്ലേ, ഇവൻ്റെ തലയെടുപ്പ് കണ്ടോ? ജയിലിൽ കിടന്ന് ക്ഷീണിതനായിട്ട് അവശനായിട്ടിരിക്കേണ്ടവനാ. തലയെടുപ്പ് കണ്ടോ? അപ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മക്കളെ, ഇത് കാർത്തിക മാഡം. ഇതിൻ്റെ കമ്പനിയിൽ ഡ്രൈവറായിട്ട് ജോലി കിട്ടിയടാ എനിക്ക്. കാർത്തിക ഫുഡ്സ് വലിയ കമ്പനിയാ. അമ്മൂമ്മയ്ക്കും അവിടെ ജോലി കിട്ടിയടാ. ഫുൾ ചുമതലയും ജോലിയും ഞങ്ങൾക്കാ. അപ്പം തന്നെ പറയാണ്, തല്ലിയതിൻ്റെ പാടുണ്ടല്ലോ. അറിയില്ല, സൂപ്രണ്ടിനോട് ഞാൻ പറഞ്ഞോളാം അത് നിർത്തിക്കോളാൻ. ഞാനത് വാർത്തയാക്കിക്കോളാം. അതുപോലെ ഞാനൊരു ഉറപ്പ് തരിക, അടുത്ത കോടതി കൂടുമ്പോൾ കല്യാണിന്നല്ല ആര് വന്നാലും നിനക്ക് ജാമ്യം കിട്ടിയിരിക്കും. നിന്നെ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും. നിന്നെപ്പോലെ ഒരാൾ പുറത്ത് വരേണ്ടത് എൻ്റെ ആവശ്യമാണ്. നിന്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിശ്വസിച്ചില്ല. നീ നടന്നു വന്നപ്പോൾ ഗജവീരൻ നെറ്റിപ്പട്ടം കെട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയേ. ഇവൻ ഇത്ര പൊക്കമൊന്നുമില്ല, നല്ല പൊക്കമുണ്ട്. ഇപ്പോൾ ഡെയിലി കിടന്ന അവന്മാരൊക്കെ കഴുത്തൊടിച്ചുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എങ്കിൽ നല്ല പൊക്കാ. ത്തിൽ മാത്രമല്ല മാഡം, അവൻ വിശ്വസ്തനാ. എവിടെ വേണമെങ്കിലും ജോലിക്ക് ധൈര്യമായിട്ട് നിർത്താം. അത്രയ്ക്കും ആത്മാർത്ഥതയുള്ളവനാ. പക്ഷേ സഹോദരന് മുന്നിൽ അവനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാക്കി ചില വിരോധികൾ. എന്നിട്ട് ഉള്ള കേസിൽ കുടുക്കി ജയിലിൽ കൊണ്ട് തള്ളി. സമയദോഷം വരുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ജാതകത്തിൽ ചില ഗ്രഹങ്ങൾ വല്ലാതങ്ങ് പിഴച്ചു നിന്നാൽ ഇതുപോലെ ജയിലിൽ കിടക്കേണ്ടിയൊക്കെ വരും. അങ്ങനെയാണ് ഈ കഥ കഴിയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.